നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ ചെറിയ ഒരു കറക്ഷൻ നടക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസമായി വിപണി താഴോട്ടാണ് പോകുന്നത്. ഏകദേശം 1200-ലധികം പോയിന്റിന്റെ നഷ്ടം സെൻസെക്സിന് കഴിഞ്ഞ 7 ദിവസത്തെ ട്രേഡിംഗിൽ ഉണ്ടായി. ചൈനയിൽ നിന്നുള്ള മോശം വാർത്തകളാണ് വിപണിയെ താഴോട്ട് നയിച്ചത്. പക്ഷേ ഇതൊരു ആരോഗ്യകരമായ കറക്ഷൻ എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. മാർക്കറ്റ് വാച്ചിലൂടെ ഭുവനേന്ദ്രനും ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരു കറക്ഷനുള്ള സാധ്യത നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതും പ്രേക്ഷകർ ഓർക്കും. അതുപോലെ മാർക്കറ്റ് വാച്ച് തുടങ്ങുന്നു. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ തന്നെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു. ഭുവനേന്ദ്രൻ, നമുക്ക് ആദ്യം കറക്ഷനോട് തുടങ്ങാം. ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? എന്തായിരിക്കും അടുത്ത ആഴ്ചത്തെ സാധ്യത? അല്ല, ഇന്ത്യയിൽ ഒരു ഫണ്ടമെന്റലി അങ്ങനെ ഒരു വീക്ക്നെസ് ഇല്ല. അതുപോലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബെറ്റർ ആണ്. ഒരു റീസൺ എന്ന് പറയുന്നത് യൂറോപ്പ്, അതിൽ ഗ്രീസിൽ ചെറിയ ക്രൈസിസ്, ചൈനയുടെ ഇക്കണോമിക് സ്ലോ ഡൗൺ, ഇതാണ് ഗ്ലോബൽ ന്യൂസ് ആണ് ഈ ഒരു സെൽ ഓഫിനുള്ളൊരു പ്രധാന റീസൺ ആയി വന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബില്ല് പാസ്സാകാതിരിക്കുന്നത്, കോൾ ബില്ല്, പക്ഷെ അതിപ്പം ഈവനിങ് പാസ്സായി. ഇനി രാജ്യസഭയിൽ പാസ്സാകണം. അവിടെ മെജോറിറ്റി ഇല്ല. ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യാൻ, കോൺഗ്രസ് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും ഒരു കറക്ഷൻ മോഡിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ പറഞ്ഞു. കാരണം വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കറക്ഷൻ ആവശ്യമാണ്. അതൊരു മാർക്കറ്റിന് ഹെൽത്ത് നൽകുക ചെയ്യുന്നത്. അതൊരു ഹെൽത്തി കറക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ ചില സ്റ്റോക്കിലൊക്കെ, ഇപ്പോൾ റിലയൻസ് പോലെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലൊക്കെ തന്നെ ചില ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. അതേസമയത്ത് ബാങ്കിങ് സെക്ടറിൽ അത്ര ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചില്ല. ചില സെക്ടറിൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. അപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു അഭിലാഷ് പറഞ്ഞ ഒരു 7 days മുമ്പ് എല്ലാ അനലിസ്റ്റുകളും ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഒരു ബെയറിഷ് മോഡിലേക്ക് മൂവ് ചെയ്തു. കാരണം ഒരാഴ്ച കൊണ്ട് സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ചെയ്തു. എന്നാൽ പല സ്റ്റോക്കും വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ ബൈ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ടൈം ഒരു ട്രേഡറായി മാറാൻ പാടില്ല. ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ഇൻവെസ്റ്റർ ആയിരിക്കണം. അതൊരു ടൈം ഫ്രെയിം, ഒരു 1 year അല്ലെങ്കിൽ 2 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അപ്പം നമ്മളെ GDP ബെറ്റർ GDP വരുന്നു. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും പറയുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതൊരു ഭാഗത്ത്. രണ്ടാമത് GDP ബെറ്റർ GDP വരുന്നു. ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു. ഏത് സമയത്തും റേറ്റ് കട്ടിനുള്ള സാധ്യത. അപ്പോൾ ഇതൊക്കെ വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ ഇക്കണോമി വളരെ ശക്തമാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഫേവറബിൾ ആണ്. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഓയിൽ വന്നിരിക്കുന്ന ഷാർപ്പായിട്ടുള്ള ഫോൾ മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ക്രൈസിസ് സൃഷ്ടിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സെൽ ഓഫ്, കാരണം പല രാജ്യങ്ങളുടെ എക്കണോമിയിൽ തകിടം മറിക്കാനുള്ള സാധ്യത ഈ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഫോൾ കൊണ്ട് സംഭവിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഗ്ലോബൽ ക്രൈസിസ് വരികയാണെങ്കിൽ മാത്രമേ ഇന്ത്യയിലും ഒരു വിഡ്രോവൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ കാണുന്നില്ല. FISന്റെ ഒരു വിഡ്രോവൽ വന്നാൽ, കാരണം ഹ്യൂജ് ഇൻഫ്ലോ വന്നു ഇന്ത്യയിലേക്ക്, അപ്പോൾ അവിടുന്ന് ഒരു വിഡ്രോവൽ വന്നാൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് ഉണ്ടാകാം. അതല്ലാത്ത കറക്ഷൻസ് ഒക്കെ തന്നെ ചെറിയ ഹെൽത്തി ഒരു കറക്ഷൻ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി. ഇപ്പം മാർക്കറ്റിന്റെ മൂവ് അല്ലെങ്കിൽ സെൻസെക്സിന്റെ മൂവ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ലെവലും അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത. ഈ ഒരു കറക്ഷൻ ഈ ഒരു ലെവൽ തന്നെ അനദർ ഒരു 20 അല്ലെങ്കിൽ 50 പോയിന്റ്സ് നിഫ്റ്റിയിൽ കറക്ഷൻ. ഞാൻ 300 ലാസ്റ്റ് വീക്ക് പറഞ്ഞല്ലോ, 300 ലെവൽ ബ്രേക്ക് ചെയ്തു. അനദർ ഒരു 100 പോയിന്റ്സ് 8200 150 ലെവലിൽ അടുത്തൊരു കറക്ഷൻ. 300 ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയായിരുന്നു. 2 ദിവസം അതിന് മുകളിൽ സ്റ്റെബിലൈസ് ചെയ്തു. എന്നാൽ അതിന് മുകളിൽ ഈ ന്യൂസ്, ചൈനയുടെ ഡാറ്റയും ഈ വന്നിരിക്കുന്ന യൂറോപ്പ് ക്രൈസിസ് ഒക്കെ തന്നെ കുറച്ചുകൂടെ സെൽ ഓഫ്. അതേസമയത്ത് FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിലാണ്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മളുടെ ഭാഗത്ത് വളരെ കുറവ് തന്നെയാണ്. ഈ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞില്ല, 8200 ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും റിക്കവറി സംഭവിക്കാം. അതൊരു ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചാൽ അഗൈൻ 8800 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞിരുന്നു ഡിസംബർ എൻ്റെ ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ്റെ സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷേ ഈ ഒരു കറക്ഷൻ ഇവിടുന്ന് റിക്കവറി സംഭവിച്ചാൽ ആ കറക്ഷൻ വീണ്ടും വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ 8200 ലെവലിൽ നിന്ന് വീണ്ടും സിറ്റുവേഷൻ മോശമാവുകയാണെങ്കിൽ ആ ഒരു കറക്ഷൻ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വാല്യൂ ബൈയിങ് ഏരിയ തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ റിലയൻസ് 880 കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 2 weeks ബാക്ക് 1020 മൂവ് ചെയ്ത സ്റ്റോക്കാണ് 880 ലഭിക്കുക. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ഇപ്പോൾ ഹാവൽസ് അടുത്തൊരു ജനറേഷൻ സ്റ്റോക്കാണ്. 265 ലെവലിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ആ സ്റ്റോക്കിൽ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള
ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. ഇന്ന് ഒരു ബെയർ ഫേസിലേക്ക് മാർക്കറ്റ് ഒരു കാരണവശാലും മൂവ് ചെയ്യില്ല. എല്ലാ സിറ്റുവേഷനും ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ കറക്ഷൻസ് ഒക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യുക. ഓരോ കറക്ഷനും നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. മാർക്കറ്റ് വാച്ചിൽ കത്തുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യം ശ്രീ വിജയകുമാറിൻ്റെ കത്താണ്. പാലായിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും അറിയേണ്ടത് സെലാൻ എക്സ്പ്ലോറേഷൻ, പ്രത്യേകിച്ചും ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്ന സ്ഥിതിയിൽ ഈ സ്റ്റോക്കിൻ്റെ സാധ്യതകളാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇ കൊമേഴ്സ് മേഖല വലിയ തോതിൽ രാജ്യത്ത് മുന്നേറുകയാണ്. ആ രംഗത്ത് മികച്ച സ്റ്റോക്കുകൾ ഏതൊക്കെ? ഒപ്പം തന്നെ ഇൻഷുറൻസ് ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുമെന്ന പ്രതീക്ഷയിൽ ആ സാഹചര്യത്തിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇതിൽ സെലാൻ എക്സ്പ്ലോറേഷൻ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് തന്നെ, കാരണം വീണ്ടും ഹയർ വാല്യൂയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് ബില്ല് പാസ്സാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് റിലയൻസ് ക്യാപിറ്റലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അത് ഡിലേ വരുന്നതാണ് ഈ സ്റ്റോക്കൊക്കെ തന്നെ മൂവ് ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ. അതുപോലെ തന്നെ മാക്സ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. എസ്കോട്ട്സിലും ചെറിയ ഇൻഷുറൻസ് ഡിവിഷനുണ്ട്. അപ്പോൾ ഈ മൂന്ന് സ്റ്റോക്കാണ് ഈ ബില്ല് പാസ്സാകുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഒന്ന് മാക്സ് ഇന്ത്യ, അതുപോലെ റിലയൻസ് ക്യാപിറ്റൽ, എസ്കോട്ട്സ്. ഈ മൂന്ന് സ്റ്റോക്കാണ് ഇൻഷുറൻസ് ബില്ല് പാസ്സാകുകയാണെങ്കിൽ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത. ഈ സ്റ്റോക്ക് ഇപ്പോഴും വാല്യൂ ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇ കൊമേഴ്സ് സെഗ്മെന്റിൽ അങ്ങനെ ഒരു സ്റ്റോക്ക് ഇല്ല. അതിൽ പാക്കിംഗ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ആ സെഗ്മെന്റിൽ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ പറഞ്ഞ് ഗാട്ടി അല്ലെങ്കിൽ ഗതി എന്ന് പറയുന്ന ആ സ്റ്റോക്ക് ഫണ്ടമെന്റലി സൗണ്ടാണ്. വാല്യൂഷൻ കുറച്ച് ഹയർ വാല്യൂ ആണ്. ആ സ്റ്റോക്ക് അടുത്ത കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ബ്ലൂ ഡാർട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. അതിൽ SL Pro Pack. ഈ മൂന്ന് സ്റ്റോക്കാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോഴത്തെ വാല്യൂഷൻ ഒരു ഫെയർ വാല്യൂയിലാണ് ഈ മൂന്ന് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് അദ്ദേഹത്തിന് പരിഗണിക്കാം. വിജയകുമാർ എനിക്കൊന്ന് കണ്ടിന്യൂസ് കുറേയധികം ലെറ്ററുകൾ എഴുതിയെന്ന് തോന്നുന്നു. എന്തായാലും ഈ സ്റ്റോക്കുകൾ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. സെലാൻ എക്സ്പ്ലോറേഷൻ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. മാർക്കറ്റ് വാച്ചിൽ അടുത്ത കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ വിജയുടെ കത്താണ്. കോട്ടയത്ത് നിന്നാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ വലിയൊരു പോർട്ട്ഫോളിയോ ആണുള്ളത്. ചില സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, ചിലത് ലോസിലാണ് എന്നും അദ്ദേഹം പറയുന്നു. ബോംബെ ബർമ, അരവിന്ദ്, ടാറ്റ സ്റ്റീൽ, എയർടെൽ, റിലയൻസ്, മണപ്പുറം, നോയിഡ ടോൾ, ടാറ്റ ഗ്ലോബൽ, JMR സുബെക്സ്, സുസ്ലോൺ, GVK, ITC തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ ബോംബെ ബർമ പ്ലാന്റേഷൻസിലാണ്. ടീ, കോഫി, ടെക്സ്റ്റൈൽ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ഫണ്ടമെന്റലി ഓക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്കിൽ അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് ഇദ്ദേഹത്തിന് പരിഗണിക്കുക. 400 and 334 ലെവലാണ്. വളരെയധികം സെഗ്മെന്റിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. 334 ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലാണ്. 550 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അരവിന്ദ് 260, 242 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. 310 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ്. ഡൽഹി ഹൈക്കോടതിയിൽ അവരുടെ ഇല്ലീഗൽ മൈനിങ് അതിന് അഗേൻസ്റ്റ് ആയിട്ടൊരു അപ്പീൽ കൊടുത്തത് തള്ളി. അതുകൊണ്ട് ആ സ്റ്റോക്ക് ഫ്രൈഡേ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂലാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയുടെ സ്ലോ ഡൗൺ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് സംഭവിച്ചു. അതിൻ്റെ റിഫ്ലക്ഷനാണ് ടാറ്റ സ്റ്റീലിലും കണ്ടത്. ടാറ്റ സ്റ്റീൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ 400, അത് ബ്രേക്ക് ആണ് 382. ഈ രണ്ട് ലെവൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഓട്ടോമൊബൈലിലും എല്ലാ സെക്ടറിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. വളരെ സെയിൽസ് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് വളരെ സൗണ്ടാണ്. റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് ഈ സ്റ്റോക്കിൽ ഇത്രത്തോളം സെൽ ഓഫ് വരാനുള്ള റീസൺ. ദെൻ ചൈനയിലുള്ള സ്ലോ ഡൗൺ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ഈ റൈഡിലൊന്നും മെറ്റൽ സെക്ടർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ സ്റ്റീൽ അഡ്വൈസബിൾ അല്ല. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 1 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റിന് ടാറ്റ സ്റ്റീൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. 470 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എയർടെല്ലും ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. വാല്യൂ ബൈയിങ് ലെവലാണ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 340. ഐഡിയ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും തന്നെ എനിക്കൊന്നൊരു ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ്. ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. 340 and 314 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് സംഭവിച്ചാൽ 314 ലെവലിലേക്ക് വരാം. അതൊരു സെക്കൻഡ് സ്റ്റേജ് ബൈ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക. 384 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് വളരെ ഷാർപ്പായി ഒരു സെൽ ഓഫ് സംഭവിച്ചു. ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും റിലയൻസ് ഒരു റൈഡിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും എല്ലാ ബുൾ റൈഡിലും റിലയൻസ് സെക്കൻഡ് ലെഗിലാണ് വരാറ്. അതുപോലെ തന്നെ എനിക്കൊന്ന് നെക്സ്റ്റ് ഒരു റാലിയിൽ റിലയൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു 900 ബിലോ എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് റിലയൻസ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 880 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത്. ദെൻ 862 എന്ന് പറയുന്ന ഒരു ലോങ് ടേം സപ്പോർട്ടാണ്. ഒരു ഫൈനൽ ബൈയിങ് ലെവലായിട്ട് ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുക. 960 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇത് മണപ്പുറം ഫൈനാൻസ് ആണ്. ഫൈനാൻസ് സെക്ടറിലൊക്കെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 32 and 26 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 32 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്. 40 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ദെൻ നോയിഡ ടോൾ ബ്രിഡ്ജ് ഫണ്ടമെൻ്റലി അത്ര സൗണ്ട് അല്ല. ഡൽഹി നോയിഡ അത് റിലേറ്റഡ് ആയിട്ടുള്ള റോഡ് ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഫോക്കസ്. 30 and 26 ലെവൽ. പിന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ ഒരു ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത ഈ സ്റ്റോക്കൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ട് മൂവ് സംഭവിക്കാം. സ്റ്റോക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുക. 30 and 26 രണ്ട് ലെവലാണ് സപ്പോർട്ട് ലെവൽ. 42 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ ഗ്ലോബൽ, അപ്പോൾ ടീ ബിസിനസ്സിലാണ് ഫോക്കസ്. സ്റ്റാർബക്സുമായിട്ടുള്ള ടൈപ്പ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 150 and 134 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 134 ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെയധികം സ്റ്റോക്ക് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ദെൻ GMR ആണ്. GMR ഇപ്പോഴത്തെ ഒരു വലിയ സെൽ ഓഫിലാണ്. ഒരു ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി GMRൽ സംഭവിച്ചിരുന്നു. അതിനുശേഷം കറക്ഷൻ സംഭവിച്ചു. ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് പരിഗണിക്കാം. അതൊക്കെ ഈ GMR, സുബെക്സ്, സുസ്ലോൺ ഒക്കെ തന്നെ ലോസ് മേക്കിംഗ് കമ്പനികളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ലോസിലാണ്. GMR, സുബെക്സ്, സുസ്ലോൺ, GVK എല്ലാം അദ്ദേഹം ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഭിലാഷ്, ചില സമയത്ത് ഈ സ്റ്റോക്കുകളൊക്കെ അതൊരു ബുൾ റൈഡ് വരെയാണെങ്കിൽ ഇത് 15 30 അല്ലെങ്കിൽ 40ലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് അതിന് അവോയ്ഡ് ചെയ്യേണ്ട, ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. നല്ല കറക്ഷൻ സംഭവിക്കേണ്ട സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ 10 rupees 12 rupees എന്ന് പറയുന്ന സ്റ്റോക്കൊക്കെ തന്നെ ഒരു റൈഡ് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കൊക്കെ 25-30 rupeesലേക്ക്. ഇപ്പോൾ നമുക്ക് സുസ്ലോൺ നമ്മുടെ മുന്നിൽ എക്സാമ്പിളാണ്. 7 rupees വന്ന സുസ്ലോൺ 32 വരെ വന്നു. 32 വന്നപ്പോൾ എല്ലാ അനലിസ്റ്റുകളും റെക്കമെൻഡ് ചെയ്ത് 100ലേക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസ് കൂടി ആ സ്റ്റോക്ക് അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്, ഈ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അഗെയിൻ താഴേക്ക് വരികയാണെങ്കിൽ ഒരു ബെറ്റ് എന്നുള്ള രീതിയിൽ സുസ്ലോൺ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ സുസ്ലോണും ഈ GVK, സുബെക്സ് ഒക്കെ തന്നെ, GMR ഒക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ടൈറ്റാനാണ് ഇതിൽ വരുന്ന നല്ലൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 350 to 334 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ITC റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ചില ന്യൂസൊക്കെ ITCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിളാണ്. ഈ കറക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 380-350 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇതിൽ ഒരു 3-4 സ്റ്റോക്കുകൾ മാത്രമാണ് ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്. പക്ഷേ ആ സ്റ്റോക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്യുക. അടുത്തൊരു ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിഫ്റ്റിയിലും സെൻസെക്സിലും വളരെ ഷാർപ്പായുള്ള അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു 6 മാസത്തിനുള്ളിൽ എല്ലാ ഹൈയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ്. അതിൽ തീർച്ചയായിട്ടും ഈ മോശം സ്റ്റോക്കുകളൊക്കെ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സമയത്ത് ഈ സ്റ്റോക്കുകളൊക്കെ എക്സിറ്റ് ചെയ്ത് ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. എപ്പോഴും നല്ല സ്റ്റോക്കിൻ്റെ ഒരു പാർട്ടായി മാറുന്നതായിരിക്കും നല്ലത്. ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിൻ്റെ അടുത്ത കത്തിലേക്ക് പോകുന്നു. പ്രിയയുടെ കത്താണ്. പ്രിയ മസ്കറ്റിൽ നിന്നാണ്, ഹൗസ് വൈഫാണ്. പ്രിയ ഏകദേശം 1 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് വിപണിയിൽ നടത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്റ്റോക്കുകളിൽ 25,000-30,000 രൂപ വീതം മുടക്കുകയാണ് ചെയ്തത്. ചെറിയ ലാഭമുണ്ടെങ്കിൽ പ്രിയ സാധാരണഗതിയിൽ വിറ്റുപോവുകയാണ്. പക്ഷേ ചില സ്റ്റോക്കുകൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചും വണ്ടർല നല്ല ലാഭത്തിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആവാൻ കഴിഞ്ഞില്ല. അപ്പം തന്നെ സിയറ്റ്, എസ്കോട്ട്സ്, അൾട്രാടെക് തുടങ്ങിയ സ്റ്റോക്കുകളും പ്രിയയുടെ പക്കലുണ്ട്. ഇതിൻ്റെ സാധ്യതയും ചോദിക്കുന്നു. എന്തായാലും പ്രിയയുടെ അഭിലാഷ് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. കാരണം ഒരു ഹൗസ് വൈഫ് അത്രയും നല്ലൊരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഓരോ ഇൻവെസ്റ്ററും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ഹയർ വാല്യൂവിൽ സെല്ല് ചെയ്യുക എന്നുള്ളതും ഏറ്റവും ലോവർ വാല്യൂവിൽ ബൈ ചെയ്യുക എന്ന് പറയുന്നതും ഒരിക്കലും സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ലാസ്റ്റ് വീക്ക് റിലയൻസ്, അല്ലെങ്കിൽ 2 weeks ബാക്ക് റിലയൻസ് 2017-18 ലെവലിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്കാണ്. അന്ന് കുറേ അധികം നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും FIs ആണ് ആ സ്റ്റോക്ക് ബൈയിങ് നടത്തിയത്. 1000 എബവ് ആയിരുന്നു ഇവരുടെയൊക്കെ ബൈ.
ദെൻ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആ സ്റ്റോക്ക് ആഫ്റ്റർ 2 വീക്സ് ബിലോ 900 മൂവ് ചെയ്തു. അപ്പോൾ എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ സ്റ്റോക്കുകൾ വണ്ടർല ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും സിയറ്റ് നമുക്കറിയാം 980 ലെവൽ വരെ മൂവ് ചെയ്തതിന് ശേഷമാണ് മാനേജ്മെന്റ് ലെവലിൽ വന്ന ഇഷ്യൂ വന്ന് ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നിരുന്നു. 650 ലെവൽ വരെ മൂവ് ചെയ്തു. അഗൈൻ 825 ലെവലിലേക്ക് സ്റ്റോക്ക് ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2-3 സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ട് അപ്പോൾ നല്ല സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ താഴെ പോയാൽ നമ്മൾ ഒരു കാരണവശാലും ഫിയർ വേണ്ട നമുക്ക്, കാരണം വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വരും. ഇപ്പോൾ റിലയൻസ് തന്നെ അതിന് എക്സാമ്പിളാണ്. ഒരു 10 ഡേയ്സ് ബാക്ക് ഈ സ്റ്റോക്കിൻ്റെ റേറ്റ് 1015 ആയിരുന്നു, എബോവ് 1000 മൂവ് ചെയ്തു. അന്നൊക്കെ ബൈങ് നടത്തിയത് ഒരിക്കലും റീറ്റെയിലേഴ്സ് അല്ല, ആ ബൈങ് മുഴുവൻ നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരിപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു. ദെൻ താഴെ വരുമ്പോൾ വീണ്ടും അവർ ആ സ്റ്റോക്ക് ബൈ ചെയ്യുന്നു. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്ററും എടുക്കേണ്ടത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ വേണ്ടി എന്നുള്ളൊരു ലോങ് ടൈം സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടർല ആണെങ്കിലും ഇതിൽ സിയറ്റ് ആണെങ്കിലും അൾട്രാടെക് ആണെങ്കിലും എസ്കോർട്സ് ആണെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ബെറ്റ് തന്നെയാണ്. കാരണം ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ. വണ്ടർല നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് അറിയുന്ന സ്റ്റോക്കാണ്. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ സിയറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടയർ മാനുഫാക്ചറിങ് കമ്പനി, വളരെ ബെറ്റർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല പ്രോഫിറ്റ് മേക്കിംഗ്, നല്ല മാനേജ്മെൻറ്റ്. വീണ്ടും ഇമ്മീഡിയറ്റ് 1000 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലുള്ള സ്റ്റോക്കാണ് സിയറ്റ്. ദെൻ അടുത്തത് അൾട്രാടെക് ആണ്. L&Tയുടെ മാനേജ്മെൻറ്റ്, ഗ്ലോബൽ സെയിൽസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ L&T സിമെൻറ്റ് സെക്ടറിലുള്ള ഡിമാൻഡ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ L&Tയുടെ അൾട്രാടെക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ദെൻ ഫൈനലി എസ്കോർട്സ് മാത്രമാണ്. എസ്കോർട്സിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ റിസൾട്ട് മോശമായിരുന്നു. അതുപോലെ 31 crore അവരുടെ VRSന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ എസ്കോർട്സിനെ സംബന്ധിച്ച് നല്ലതാണ്. ഷോർട്ട് ടൈം നെഗറ്റീവാണ്. ഈ സമയത്താണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂ ബൈങ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ പ്രിയക്ക് ഈ സ്റ്റോക്ക് സെല് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതോർത്ത് വറിയാകണ്ട. 350ഉം 400ഉം ബ്രേക്ക് ചെയ്ത് വണ്ടർല പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ സിയറ്റ് ആണെങ്കിലും അൾട്രാടെക് ഒക്കെ തന്നെ അപ്പർ സൈഡ് അൺലിമിറ്റഡ് ആണ്. ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് മാക്സിമം എനിക്ക് തോന്നുന്നു 5 to 10% ഡൗൺ സൈഡ് റിസ്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. അപ്പർ സൈഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഓരോ ഇൻവെസ്റ്ററും നല്ല സ്റ്റോക്കിൻ്റെ പാർട്ടായി മാറാൻ തന്നെ ശ്രദ്ധിക്കുക. ഇതിൽ വണ്ടർല 240 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അതൊരു ഏറ്റവും വലിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കാം. 320 ആണ് സ്റ്റോക്കിലേക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിയറ്റ് ആണ് 800, 720 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 930 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അൾട്രാടെക് സിമെൻ്റ് ആണ് 2400, 2240. പക്ഷേ ഈ 2240 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ഗ്ലോബൽ സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2400 തന്നെ വരാനുള്ള സാധ്യത കുറവാണ്. 2400 ഫസ്റ്റ് ലെവൽ എൻട്രി, ദെൻ ഒരു ഗ്ലോബൽ സെൽ ഓഫ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കാം. 2700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു 2700 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 2680 ലെവൽ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക, ദെൻ റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്, ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് വേണമെങ്കിൽ. ദെൻ എസ്കോർട്സ് 120, 108 ഒരു കാരണവശാലും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 120 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു സേഫ് ബൈയിങ് ലെവൽ തന്നെയാണ്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എല്ലാ നിക്ഷേപകർക്കും പറ്റിയ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് പ്രിയയുടെ. അത് ഓരോ കറക്ഷനിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ചെറിയൊരു കറക്ഷൻ വിപണിയിൽ സംഭവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിപണി താഴോട്ട് പോവുകയാണെങ്കിൽ ഏതുവരെ പോകാം എന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഇതിൽ അഭിലാഷ് 8200 ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു ഷാർപ്പ് റിക്കവറിയാണ് പ്രതീക്ഷിക്കുന്നത്, ഗ്ലോബൽ ഇഷ്യൂ ഒന്നും നിലവിലില്ലെങ്കിൽ. അപ്പോൾ അതല്ലാത്ത സാഹചര്യത്തിൽ ഏത് സമയത്ത് വേണം മാർക്കറ്റിൽ ഷാർപ്പായുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു ടെക്നിക്കൽ എക്സാക്ട് പോയിന്റ് നോക്കാതെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണെന്നല്ല. 8200 ബ്രേക്ക് ചെയ്താൽ തന്നെ ഒരു 20 പോയിന്റ്സിൻ്റെ ഡ്രോപ്പ് മാത്രമേ സംഭവം, അവിടുന്ന് ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. 8460, 500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഞാനൊരു 1 month ടാർഗറ്റ് പറയുകയാണെങ്കിൽ 8760, 8800 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിന് അനുകൂലമാണ്. ഒരു ഗ്ലോബൽ ഇഷ്യൂ വന്നില്ല എങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. ഹെൻജി കെരിയസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിന് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.